ഹലോ ഗൈസ് പറയ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈവനിങ് വ്ളോഗ് കാണാം. ഇന്നെന്താ ആദ്യ സ്പെഷ്യല്? എന്തിനു പോണേ? ആദിയുടെ സ്കൂളില് സ്വിമ്മിങ് ഉണ്ട്, അവർക്ക് സ്വിമ്മിങ് പൂൾ ഉണ്ട്. അപ്പൊ ആ സ്വിമ്മിങ് സൂട്ട് മേടിക്കണം. അപ്പൊ അവരൊരു കളർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കിട്ടുമെന്ന് നോക്കാനാ പോണ ഡെക്കാത്തലോണില്. പിന്നെ കുറെ നാളായി ഡെക്കാത്തലോണൊക്കെ പോയിട്ട് വല്ലാതെ പർച്ചേസിങ് കാര്യങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അത് മാത്രം തന്നെ മേടിക്കുന്നുള്ളൂ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എങ്ങനെ പോകുന്നു നോക്കാം. അപ്പൊ ഇപ്പൊ സമയം 4:20 അപ്പൊ ആദ്യം ഒരു 4:05 ആയപ്പോ വന്നു. അപ്പൊ നമുക്ക് അവനുള്ള പാല് തിളപ്പിക്കലും പഴം പുഴുങ്ങലും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആമി വരും. അപ്പൊ ആമിക്ക് ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ടാവേണ്ടതാണ്, പക്ഷെ ഇന്നില്ല. ടീച്ചറെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഇന്ന് ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത്ര നേരമായിട്ട് മെസ്സേജ് വന്നിട്ടില്ല. അപ്പൊ അതെ, ഞാൻ വന്ന് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് പാല് കാച്ചാട്ടോ. ഞങ്ങളിവിടെ പാല് മേടിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ട്. മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും മിൽക്ക്. അപ്പൊ ഞാന് ഫ്രീസറിൽ നിന്ന് ഓരോ ദിവസത്തേക്ക് വേണ്ടത് മുന്നേ തന്നെ പുറത്തേക്ക് എടുത്ത് വെക്കും. കാരണം ഐസ് മാറണല്ലോ. അപ്പൊ അത് ഞാൻ ഇന്നലെ തന്നെ അതാക്കിയിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പാല് തിളപ്പിക്കാം, പഴം പുഴുങ്ങാം. പിന്നെ അവര് എല്ലാവരുടെ ചില്ലറ വറവ് സാധനങ്ങളൊക്കെ കഴിക്കും. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അത് കഴിച്ചാൽ മതി എന്ന് ഞാൻ പറയും കേട്ടോ. പുതിയൊരു കുഞ്ഞ് സ്റ്റാൻഡ് മേടിച്ചു കേട്ടോ. അതിലാണ് ഇപ്പൊ വീഡിയോ കൊടുക്കുന്നത്. എന്റെ മറ്റേത് കേടായിടോ. ഇങ്ങനെ കേടാച്ച എന്റെ അശ്രദ്ധ കുറവുകൊണ്ടാണ് കേട്ടോ. അശ്രദ്ധ കുറവല്ലല്ലോ, എന്റെ ശ്രദ്ധ കുറവുകൊണ്ടാണ് കേട്ടോ. ഞാൻ റീൽ എടുത്തിട്ട് ഇവിടെ കിടക്കുമ്പോ ഡോറിന്റെ കാൽ തട്ടി അത് പോന്നു. സ്റ്റാൻഡ് ഇല്ലാണ്ട് അത് ഇങ്ങനെ ഉപയോഗിക്കാനാ. അത് കേടായി. എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഞാൻ ആറ്റുനോറ്റ് മേടിച്ചൊരു സ്റ്റാൻഡായിരുന്നു. എന്താ ചെയ്യാ, വിഷമിച്ചിരുന്നോണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാനൊരു കുഞ്ഞത് മേടിച്ചു. പക്ഷെ ഇത് ലൈറ്റ് കുറവാണ്. ഞാൻ ട്രൈപോഡ് എന്തായാലും ഇനി ഡാൻസ് റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുക്കാൻ നല്ലത്, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് പാല് കാച്ചാം, പണികൾക്ക് കിടക്കാം. അപ്പൊ പാലിന്റെ കവറൊക്കെ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാര് വരുമല്ലോ മന്ത്ലി. അപ്പൊ അവർക്ക് കൊടുക്കുട്ടോ. പാലിന് എന്താ ഞാനിത് ഇവിടെ കിച്ചണിൽ തന്നെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പനിക്ക് എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോ അവിടെ ഞാൻ കുഞ്ഞഴക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ക്ലിപ്പ് ചെയ്തിടും. അപ്പൊ 2 ദിവസം അവിടെ കിടന്ന് ഞാൻ ഉണങ്ങും കേട്ടോ. അപ്പൊ അത് വൃത്തിയായിട്ട് ഉണങ്ങിയിട്ട് കൊടുക്കാലോ. അല്ലെങ്കിൽ വെള്ളം കൊടുക്കുമ്പോ അത് ഒരു ബുദ്ധിമുട്ടാണ്. അവർ പറയാറുണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ടോ. പാലിന് ചൂടാണ്. ചെറിയ ചൂടോടെ കുടിക്കാൻ പറഞ്ഞ പാലൊന്നും അങ്ങനെ കുടിക്കില്ല. തണുക്കണം. പാല് തണുത്ത് പറയില്ല, തണുത്ത് പച്ചവെള്ളം എന്ന് പറയില്ല. പാലിന്റെ ചോട്ടില് ചൂടാറാൻ കേട്ടോ. ഇതിന് പഴം കൂടുതൽ റെഡിയാവും. ആരാ വന്നിരിക്കുന്നേന്ന് നോക്കൂ ഗൈസ്. ഹലോ ഗൈസ്. ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. സെലക്ഷൻ ആയിരുന്നു. എന്തായി? പാടിക്കാൻ സെലക്ട് ചെയ്തു. എന്താ അങ്ങനെ? ഞാൻ
എന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. ആമിക്ക് കലോത്സവം എന്ന് പറയുമ്പോൾ ഭയങ്കര ഹരാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ തവണ എന്താ വെച്ചാൽ വഞ്ചിപ്പാട്ടിനായിരുന്നു, ഇപ്രാവശ്യം നാടൻ പാട്ടിനാണ് കേട്ടോ ആള് ചേർന്നേക്കുന്നത്. പിന്നെ സംസ്കൃതം ഗ്രൂപ്പ് സോങ്, സംസ്കൃത പദ്യം ചൊല്ലല്, സംസ്കൃതം വന്ദേ മാതരം, അതെല്ലാത്തിലും ഉണ്ട്. എനിക്കും അതായിട്ടോ ആ ഒരു ടൈം ആകുമ്പോണ്ടല്ലോ പ്രത്യേക ഒരു എനർജിയാണ് എവിടെ നിന്നൊക്കെ വരാം. ഞാൻ ഇവിടെ മോളുടെ കൂടെ എല്ലാ കോമ്പറ്റീഷൻസിനും ഞാൻ പോവാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ളൊരു വൈബൊക്കെ ശരിക്കും നമുക്ക് അത് ആസ്വദിക്കാൻ തന്നെ പറ്റും കേട്ടോ അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിങ്ങനെ സ്കൂളിലത്തെ ഓരോ വിശേഷങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. ആദിയുടെ അടുത്ത് ഓരോ ട്രിപ്പ് ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആമിയുടെ അടുത്ത് സ്കൂളിൽ എന്തുണ്ടായ ഒരു ഇതെല്ലാ ദിവസവും നടക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ വിശേഷങ്ങൾ ചോദിക്കുക എന്നുള്ളത്. പഴം പുഴുങ്ങിയിട്ടുണ്ട്. പഴം എങ്ങനെയാണെന്നറിയോ ഇവർക്ക് കൊടുക്കാറ്, കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ നടുവാക്കും. അത്ര പഴുത്തിട്ടില്ല കേട്ടോ പഴം. എന്നിട്ട് അതിലേക്ക് ഇത്തിരി നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. പിള്ളേരിങ്ങനെ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവരങ്ങനെ ഞാൻ പറയില്ലേ ചോറൊന്നും വല്ലാണ്ട് ക്വാണ്ടിറ്റി ഒന്നും കഴിക്കൊന്നുമില്ല. അപ്പോൾ കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മു ചേച്ചും സഹിതേട്ടനാണ് കേട്ടോ പഴം പുഴുങ്ങിയിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ ശീലം. പക്ഷെ വലിയ താല്പര്യമൊന്നുമില്ല ഇവർക്ക്, ഈ വറവിനോടാണ് താല്പര്യം. എൻ്റെ ഫേവറേറ്റ് പ്ലേസിൽ ഞാൻ വന്നെത്തി. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എല്ലാ ദിവസവും ഇപ്പോൾ റീൽസ് ഇടാറുണ്ട്. കാരണം നമ്മൾ എന്തായാലും ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഒന്ന് എനക്കാക്കി എടുക്കണം. ഇൻസ്റ്റഗ്രാം കുറേ നാളെ ഞാൻ തുടങ്ങിയിട്ട്, പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ, നമുക്ക് അങ്ങോട്ട് വ്യൂസ് അങ്ങോട്ട് വല്ലാണ്ട് കയറുന്നില്ല. 2000, 3000, 4000 ഒക്കെ വരെ എത്തി നിൽക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ 16 പോയിന്റ് സംതിങ് ആയിരുന്നു, 16, 17 എത്രയുണ്ട്. പിന്നെ മുന്നത്തെങ്ങാണ്ട് ഒരു വീഡിയോ ഒരു 50K അതിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അതെന്താണെന്ന് അറിഞ്ഞൂടാ, ഇൻസ്റ്റഗ്രാമിന് എൻ്റെ അടുത്ത് എന്തോ ഒരു വിരോധമുണ്ട്. അപ്പം ഞാനത് എൻ്റെ ഒരു സന്തോഷം, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാനിടണം. അപ്പോൾ ഒരു 8 മണിക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പോസ്റ്റ് ചെയ്തോളൂല്ലോ. അപ്പോൾ അത് ഷെഡ്യൂൾ ചെയ്തിട്ടേട്ടാ. അതുകൊണ്ട് പിടിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ആക്കാൻ പറ്റുന്നുണ്ട്. വലുതോ അപ്പോൾ ഇങ്ങനെയൊക്കെ പോകും. ആദ്യം ട്യൂഷന് പോകണത് എവിടെയാണെന്നറിയോ? ഞാൻ മുന്നത്തോളം അവയെ കാണിച്ചിട്ടുണ്ടല്ലേ. ആദ്യം ചേച്ചിയുടെ അവിടേക്ക് ട്യൂഷന് പോണേ. ആദ്യത്തെ വല്യമാരവിടെ കിളികള് ഇവിടെ മറ്റേ കുഞ്ഞു കിളികളില്ലേ കറുപ്പ് നിറത്തിൽ ഇവിടെ ഇങ്ങനെ പറന്ന് നടക്കുന്ന ആ കിളികൾക്ക് ഇവിടുന്ന് കൂട്ടിന്ന് നിറച്ച് തീറ്റ പുറത്തേക്ക് എടുത്തിട്ട് കൊടുക്കും. അവരാണെങ്കിൽ ഇവിടെ വന്ന് നേരം ഇത് തിന്നോട്ടിരിക്കും. കൂട് മാറ്റണം എന്ന് പറയാനാണ് അഭിച്ചേട്ടൻ. വലിയ കൂടാക്കണം, അവർക്ക് ചിറകിട്ട് പറക്കാൻ തന്നില്ല എന്ന് പറയണ. അപ്പൊ നമുക്ക് ആദ്യം കൊണ്ടാക്കി തരാട്ടാ. കുഞ്ഞിനെ കാണാൻ വന്ന കുഞ്ഞിയുടെ ഡിഫറെന്റ് ഡ്രസ്സിങ് നോക്കൂ ഗൈസ്. ഇതൊക്കെ ഡ്രസ്സിൻ്റെത് പറഞ്ഞു. ആമി ചേച്ചി പറഞ്ഞു കുഞ്ഞി ആവശ്യമില്ലാണ്ട് പിണങ്ങണ്ടെന്ന്. വെറുതെ വാശി പിടിക്കുക. വാശി പിടിക്കുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവളെ വാശി കൂടാ. നീ വാശിക്ക് നിൽക്കണില്ല എന്നാ പറഞ്ഞ. ഡാൻസ് കളിച്ച് എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. കാണിച്ചു കൊടുത്ത് പറ്റിച്ച കുഞ്ഞിനെ ഇത് തന്നിട്ടല്ലേ. ശരി, വെറൈറ്റി ഉണ്ടല്ലേ, നന്നായിട്ടെന്ന് പറഞ്ഞില്ലേ. ഈ പരാതി പറയണത് എന്താണെന്നറിയോ? ഡാൻസ് കളിച്ചിട്ട് ആരും നല്ലതാന്ന് പറഞ്ഞില്ല എന്നാ പറയണേ. കുട്ടിക്ക് ഭയങ്കര വിഷമമായിട്ട് കേട്ടോ. എന്തെങ്കിലും മക്കൾ കളിക്കുമ്പോൾ നല്ലതാന്ന് പറഞ്ഞ് കേൾക്കാനായിട്ടാണല്ലോ അവർ കളിക്കുന്നത്, അല്ലാതെ സമ്മാനം പ്രതീക്ഷിച്ചിട്ടൊന്നല്ല. അത് പറഞ്ഞില്ല എന്നാണ് ഈ കുഞ്ഞ് പറയണേ. പഠിക്കാൻ ഇഷ്ടണ്ടാ? ഇല്ലേ, ഇഷ്ടല്ലേ? പഠിക്കാൻ കൊടുക്കണുള്ള കുഞ്ഞേ, നീ UKG ആയിട്ടല്ലോ. ഞങ്ങൾ ഡെക്കാത്തലോണിൽ പോവാണ്. ഒക്കെ ലേറ്റ് ആക്കി.
ആടി നല്ല ലൈറ്റ് നല്ല ലൈറ്റ് ഒന്നല്ല. എന്നാലും മുഖത്തേക്ക് ഒരു മൂടുമ്പോ രണ്ട് മൂടുമ്പോ ഞങ്ങൾക്ക് ഡെക്കോത്തലുള്ള പോലെ അധികം ദൂരമൊന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങൾ അബ്ചേട്ടൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വേഗം റെഡി ആയിക്കോ, ഞാൻ കയറാൻ നിൽക്കുന്നില്ല, വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ട് അബ്ചേട്ടൻ നേരെ പോകുന്നേ. അപ്പോൾ സ്വിമ്മിങ് സൂട്ട് മേടിക്കാന്നുള്ളത് മാത്രമാണ് കേട്ടോ ലക്ഷ്യം. സാധാരണ അബ്ചേട്ടൻ പറയാം ഡെക്കാത്തലുള്ള പോയാൽ പൈസ ചിലവാന്നാ പറയാ. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും വേറെ വേണ്ട, ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല അവിടെ നിന്ന്. അപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ഇതെടുത്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ ചാർന്നുണ്ടായിരുന്നു. അപ്പോൾ വിൻ്റെയൊക്കെ താഴ്ത്തി ആമി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക, പാട്ടുംപാടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫീൽ ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളുടെ കാറിലാണെങ്കിൽ ചാർജും കുറവായിട്ടിരിക്കുക. അപ്പം ഞങ്ങൾ ഡിസ്കഷനിലായിരുന്നു അവിടെ വരെ തിരിച്ചു വരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഡെക്കാത്തലോളിലെത്തിയേ. അന്നവിടെ തിരക്ക് മൊത്തത്തിൽ കുറവായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം തിരക്കുണ്ടാവും ആ സമയത്ത് എന്നൊക്കെ കരുതിയിട്ടാണ് പോയേ. പക്ഷെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അഭിച്ചേട്ടന് ഷൂ മേടിക്കണം, നടക്കാൻ പോകുമ്പോഴത്തെ ഷൂ പഴയതായി എന്നൊക്കെ പറഞ്ഞ് നോക്കി, പക്ഷെ മേടിച്ചൊന്നുമില്ല. ആൾ നന്നായി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ സ്വിമ്മിങ് സൂട്ട് അതിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ടോ. ഇതല്ലേ ഇതൊക്കെ ഓടിച്ചോ? ആമി പാവാമി, ആമിക്ക് നല്ല കുശുമ്പായിട്ടിരിക്കണ. അവന്റെ ഒരു സ്വിമ്മിങ് എന്നാ പറയണ ആമി. ഇതൊരു സ്വിമ്മിങ് ഇത്ര നാളെ പഠിച്ചിറങ്ങിയ സ്കൂളിൽ അവന് വിലയില്ല. ആമി ഒരു കാര്യം അറിയോ? എന്തിട്ടാ അസൂയിക്കും കുശുമിനും മരുന്നില്ല. അതൊക്കെ മനസ്സിലായിരുന്നു ഞാൻ എന്താ പറയാ വരുന്നേന്ന്. ഇത് പേടിക്കണം, ഒന്നും നോക്കിക്കോ. വെച്ചോക്കൊക്കെ ചെയ്യുന്നുണ്ട്. വാ തീരനുരയും ചുരുൾ മുടിയിൽ. വാ 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 പോയി നോക്കിട്ട് വരാം. ഇത് പേടിക്കണം. അത് കലോത്സവമൊന്നുമില്ലേ? മഹാഭാഗ്യം. കർണാടകയ്ക്ക് അവരെടുക്കണേ. ഞാന് എന്തായാലും കളിക്കാൻ പറ്റില്ല. അതെ, ഇത് ഷട്ടിലല്ല. വാ പോവാ മതി. അടങ്ങ് മതി വാ. അച്ഛനൊക്കെ കളിക്ക്. ആ സെൽഫ് ഗോളായി. ഇതെന്നെ കൈ കൊണ്ട് പിടിച്ച് കളിക്ക്. കണ്ടാ പിടിച്ചു. അടിക്കാം.
ആക്ക് ആക്കടി ആക്കടി നമുക്കറിയില്ല എല്ലാ ദിവസവും വരെ മസാജ് ആക്ക് ഷോൾഡർ തലയിരിക്കണ്ട ഷോൾഡർ മാത്രം ഹായ് നല്ല സുഖം ആക്കിയത് ശരി 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 ഞാൻ നോക്കിയാ ഇവിടുത്തെ സൈക്കിൾസിന്റെ കളേഴ്സ് ഭയങ്കര ഇഷ്ടമായിട്ടൊക്കെ നല്ല പേസ്റ്റൽ കളേഴ്സ് നല്ല പേസ്റ്റൽ ഗ്രീൻ നല്ല ബ്ലൂ ഒക്കെ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ സൈക്കിൾ ചവിട്ടാനൊന്നും നിന്നില്ല. എൻ്റെ പ്രായത്തിലുള്ള ആരും അവിടെ സൈക്കിൾ ചവിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചവിട്ടിയാലോ എന്നൊക്കെ കരുതി. പക്ഷേ വേണ്ടാന്ന് വെച്ചു കേട്ടോ. പിള്ളേർ ഒന്ന് രണ്ട് റൗണ്ടൊക്കെ കറങ്ങി പോന്നു. പിന്നെ ഞങ്ങൾ ആ ടേബിൾ ടെന്നീസ് കളിക്കാൻ അറിയണില്ലാന്നേ. ഇതെങ്ങനെയാണ് കളിക്കുക, ഞാൻ യൂട്യൂബിൽ നോക്കിയാലോ എന്ന് വരെ ചിന്തിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് മാറി മാറി കളിച്ചിട്ട് അവിടെ നിന്ന് പോന്നു കേട്ടോ. അവിടെ പിന്നെ നമുക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ റീംസ് ഉണ്ടിയുള്ള തുണികളൊക്കെ അതിപ്പോ തോരയിട്ടിട്ടുണ്ട്. എനിക്കത് ചാർജ് കഴിയാറായി 10 കണ്ട. ആ സത്യം, ഇത് 10. ഇത് ഒരു 20 കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ, 20 കഴിഞ്ഞ് കഴിഞ്ഞാ പെട്ടെന്ന് പോവും. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തപ്പോ എത്രയായിരുന്നു ഇവിടെ, നീ കണ്ടില്ലല്ലോ അല്ലെ? അല്ലല്ല, വണ്ടി അവിടെ നിന്ന് എടുത്തപ്പോ ഒരു 20 ആ ഒരു റേഞ്ച് എത്തിനാണെന്ന്. ഇത് കണ്ട 10 ഇപ്പൊ ഇത്രയും ദൂരം കൊണ്ട്. അതാണ് ടാസ്കാണ്. പിന്നെ നമ്മള് ഇത് വെച്ചിട്ടിരുന്ന് കഴിഞ്ഞാ അവിടെ വിടും. ഇത് മഞ്ഞ വന്നു, ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്ത് പോയാൽ സമാധാനമായിട്ട് പോവാം. ഈ റൂട്ടൊന്നും വലിയ പ്രശ്നമില്ലേ, നമ്മൾ അന്ന് വന്ന റൂട്ട്. ഇപ്രാവശ്യം പിന്നെ അപ്സെറ്റുണ്ടായതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അന്നത്തെ ദിവസം ഞങ്ങൾ തന്നെയായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചാർജ് ചെയ്തു. പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ എൻ്റെ സംശയം ഈ സാധനം വർക്ക് ചെയ്യില്ല എന്നുള്ളതാട്ടോ. ചിലയിടത്ത് നമുക്ക് ഇതിൽ തന്നെ ആപ്പിൽ തന്നെ കാണിക്കും അവിടെ വർക്കിംഗ് അല്ലാന്ന്, പക്ഷെ ചിലതിൻ്റെ കാണിക്കാറില്ല. ആമി എൻ്റെ തലയിൽ കൂടാരം പണിതുകൊണ്ടിരിക്കുക, അത് കേൾസ് ആക്കിയിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ആമി നല്ല രസമായിട്ട് അത് ചെയ്തെന്നായിരുന്നു. അതിന്റെ ലാസ്റ്റ് ഫോട്ടോ ആമി എടുത്തന്നായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ സെറ്റിംഗ് സ്പ്രേ അടിച്ചാലോ എന്നിട്ട്. പിന്നെ അബ്ചേട്ടൻ പിന്നെ ബോറടിക്കില്ലല്ലോ, കോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു, ഓരോ മെസ്സേജസിനൊക്കെ റിപ്ലൈ കൊടുക്കലും കാര്യങ്ങളൊക്കെ അബ്ചേട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കാറിലിരുന്നിട്ട് വെറുതെ സമയം കളയാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ എൻ്റെ കേൾസ് എടുക്കുന്ന കളേർഡ് കേൾസ് നല്ല ഭംഗിയുണ്ടല്ലോ. എൻ്റെ മുടി ഉണ്ടല്ലോ, കേൾസ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഈരിക്കഴിഞ്ഞാൽ ഭയങ്കര റഫ് ആൻഡ് ടഫ് എൻ്റെ മുടി. അതെന്താണെന്ന് പറഞ്ഞൂടെ, കേളി ഹെയർ ഉള്ള കുറേ പേരുടെ കൂടി അങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയാം. ഭയങ്കര ഡ്രൈ ആയിരിക്കും നമ്മുടെ ഹെയർ. പിന്നെ ഞാൻ കളറിങ് കൂടി ചെയ്തുകൊണ്ട് കുറച്ചും കൂടി എക്സ്ട്രാ ഒരു ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മുടി കളർ ചെയ്തിട്ടുള്ളത്. കളർ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തോ പോലെയാണ്. ഞാൻ കളർ ചെയ്യാറുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളറിങ് ചെയ്യണത്. വേറെ വേറെ കളർ ട്രൈ ചെയ്യാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. പക്ഷെ ഈ ഒരു കളറൊക്കെ എനിക്ക് എൻ്റെ ഭയങ്കര സേഫ് സോൺ ആയിട്ടുള്ള സംഭവമാണ്. എത്തിത്തോടാൻ വാരിവില്ലാണു നീ. ആ പെണ്ണില്ലേ, ഞാനാണോ അമ്മയാണോ? ഞാനല്ലേ, ഞാനാ അമ്മയാ? അമ്മയല്ല, നീയല്ല. വീടെത്തി കിട്ടി. ആദ്യം ഒരു ടീഷർട്ടും ഒരു ടൈറ്റ്സും ഗൂഗിളും ക്യാപ്പും അടിച്ചു. ഡിന്നർ ഇന്നലത്തെ ചിക്കൻ കറിയിലെ ചിക്കൻ എല്ലാം കഴിച്ചു. ഉരുളക്കിഴങ്ങുകളാണ് ബാക്കി. അപ്പോൾ ഇതിന് എന്ത് കറി എന്ന് പറയും? ചിക്കൻ കറി. ചിക്കൻ ഇല്ലാത്ത ഉരുളക്കിഴങ്ങ് കറി. ചിക്കൻ കറി. ആ, അത് റൈറ്റ്. അപ്പൊ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറിയും
ചിക്കനുള്ള ചിക്കൻ ഫ്രൈയും ചപ്പാത്തി മേടിച്ചു. ഡാ ഇത് നിനക്ക് ആവശ്യമുണ്ടോ? ഇതാണ് കേട്ടോ ആദ്യം ഡെക്കാത്തലോണിന് മേടിച്ച സ്വിമ്മിങ് ക്യാപ്പ്. നോർമൽ ഒരു ക്യാപ്പ്, പിന്നെ ഗൂഗിൾ, എന്നിട്ട് പറയും ഗൂഗിൾ. ഇതാണ് ആദ്യയുടെ ടൈറ്റ്സ് കേട്ടോ. ബ്ലാക്ക് പ്ലെയിൻ ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരയച്ച നെയില് സ്കൂളിന്റെ ഉള്ളില് ടോപ്പ് വരുന്നത് ഒരു പച്ചയാ. പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് ഒരു ബ്ലൂ ആണ് കണ്ട. ഇതാണ് ആദ്യക്ക് മേടിച്ച സ്വിം സൂട്ട്. മൂക്കുത്തി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇട്ടപ്പോ ഇവിടെ പറഞ്ഞു ഭംഗിയില്ലാന്ന് അനു. പക്ഷെ ഇത് കുഴപ്പമില്ല, രസമുണ്ട്. വെറൈറ്റി വെച്ചിട്ടില്ല. എനിക്ക് ചെയ്യുന്നില്ലേ വെള്ളപ്പോഴ ഇത് ഇടാറില്ല ഞാൻ. വെറുതെ അവിടെ ഇരിക്കണപ്പെടുത്ത. അപ്പൊ ഫുഡ് കഴിക്കട്ടെ ഏട്ടാ. റീലെടുക്കണം. റീലെടുക്കാൻ പ്ലാനൊക്കെ ചെയ്തെങ്കിൽ റീലൊന്നും എടുത്തില്ല കേട്ടോ. ആമിക്ക് പെട്ടെന്ന് ഉറക്കാൻ വന്നുകൊണ്ട് ആമി പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ ആദ്യം പടക്കളം ഫിലിമൊക്കെ കാണാതിരിക്കുന്നുണ്ടായിരുന്നു. ഞാനും സൈഡായി. ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.